കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റ്സ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ഐറ്റം നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം വലിയ സൈസിലുള്ള 10 ഡോണറ്റ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ നമ്മൾ 4 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പഞ്ചസാരയും ഉപ്പെല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പാലാണ്. ഇളം ചൂടുള്ള പാലെടുക്കണേ, അധികം ചൂടാവരുത്, അതേപോലെ അധികം തണുത്ത് പോകാനും പാടില്ല. ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചൂട്, നമ്മളെ കൈ കുത്താൻ പാകത്തിലുള്ള ഒരു ചൂടിൽ നമ്മൾ പാലെടുക്കാം. പിന്നെ ഇതിൽ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കാം. പിന്നെ കുഴക്കുന്ന സമയത്ത് നിങ്ങൾ പാൽ ഒരുമിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. കാരണം ഓരോരുത്തരും എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പം പാലിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ 1 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടിയാണ് വേണ്ടി വന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ പാലെടുക്കുമ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് ചൂടായിട്ടുള്ള പാലെടുക്കണം, എന്നാലേ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊരു പകുതിയെല്ലാം കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. 30 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. മാക്സിമം നന്നായിട്ട് തന്നെ കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ലൂസായ പോലെ തോന്നും. പക്ഷെ നമ്മൾ കുഴച്ച് വരുമ്പം അത് നല്ലോണം റെഡിയായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് ഇത് പൊങ്ങി വരാൻ ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും ആവും. ചൂട് സമയത്താണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെല്ലാം കൊണ്ട് നമുക്കിത് പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്യണം. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ ഫുള്ളായിട്ട് പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റോളാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ 12 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ചെറുത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15-16 എണ്ണമെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ടെടുക്കുക. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്യണം. ക്രാക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പരത്താം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാവാക്കി പരത്തിയതിന് ശേഷം കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടുമല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹോളിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കുപ്പിൻ്റെ മൂടി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് വരുന്ന ആ ബാക്കി ബാലൻസ് മാവുണ്ടല്ലോ, അത് നമ്മൾ അടുത്ത മാവിൽ കൂട്ടിയിട്ട് അങ്ങനെ പരത്തി എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടോ, ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ മാവും പരത്തിയിട്ട് വെക്കാം. പിന്നെ പരത്തുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ നല്ലോണം തിന്നാക്കിയിട്ട് പരത്തരുത്, കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ പരത്താൻ. അപ്പോൾ ഇത് ഞാൻ പരത്തി വെക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് കട്ടിയിൽ നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ 12 ഡോണറ്റ്സ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നിങ്ങൾ ഒന്നുകിൽ മൈക്രോവേവ് ചെയ്യുക, അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ടാക്കുക. ചോക്ലേറ്റിൻ്റെ കൂടെ വേറൊന്നും ചേർക്കണമെന്നില്ല, ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം മെൽട്ടാക്കിയിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കിയ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡോണറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചെറിയ തീയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം എണ്ണയിൽ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും.
എന്നിട്ട് ഒരു സൈഡ് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു കളറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഡോണറ്റ്സ് എല്ലാം അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ച മെഷർമെൻറ്റെല്ലാം കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ഡോണറ്റ്സ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം മൊത്തത്തിൽ ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഓരോ ഡോണറ്റ്സും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നേരത്തെ മെൽട്ടാക്കി വെച്ച ചോക്ലേറ്റാണ് കേട്ടോ. ലൈറ്റാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കുക, അതല്ലെങ്കിൽ വൈറ്റാണ് ഇഷ്ടമെങ്കിൽ വൈറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ മെൽട്ടാക്കിയതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഡോണറ്റ് ഇതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. ഇതിൻ്റെ പകുതിയോളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽട്ടാക്കിയാൽ മാത്രമേ നമുക്കിതേപോലെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചോക്ലേറ്റിൽ ക്രീമെല്ലാം ആഡ് ചെയ്തിട്ട് മെൽട്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലോട്ടെല്ലാം ഇങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റിംഗ് പരിപാടിയെല്ലാം ചെയ്യാം. ഞാൻ സ്പ്രിങ്കിൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഷുഗർ ബോൾസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ മറ്റോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ചോക്ലേറ്റാണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഡോണറ്റ്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.